പശ്ചിമ ബംഗാളിൽ ബി.ജെ.പി. അധികാരത്തിൽ വന്നു. ബി.ജെ.പി. അധികാരത്തിൽ വന്നതിന് ശേഷം പശ്ചിമ ബംഗാളിലെ മദ്രസകളിൽ വന്ദേ മാതരം ആലപിക്കണമെന്ന നിർദ്ദേശം വന്നു. മുസ്ലിങ്ങൾ അത് അനുസരിക്കേണ്ട ഗതികേടിൽ എത്തിച്ചേർന്നു. എന്തായാലും അടുത്ത നിർദ്ദേശം വന്നത് 14 വയസ്സ് തികയാത്ത പശുവിനെ കൊല്ലരുത് എന്നുള്ള സുവേന്ദു അധികാരിയുടെ നിർദ്ദേശമാണ്. പശുവിനെ കൊല്ലണമെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ്റെയും വെറ്റിനറി സർജൻ്റെയും സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എങ്കിൽ മാത്രമേ പശുവിനെ കൊല്ലാൻ പറ്റൂ. കഴിഞ്ഞ ബക്രീദ് ദിനത്തിൽ മുസ്ലിങ്ങളുടെ ഇഷ്ട വിഭവമായ ബീഫ് അവർക്ക് കഴിക്കാൻ പറ്റിയില്ല. അവർ സുവേന്ദു അധികാരിയോട് പ്രതിഷേധിച്ച രീതി അത് ബ്രിട്ടീഷ് കേരളയ്ക്ക് ഇഷ്ടപ്പെട്ടു. കാരണം അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല പശുക്കളെ കച്ചവടം ചെയ്യുന്നത് ഇറച്ചിക്കായി, ഹിന്ദു വ്യാപാരികളും ഉണ്ട്. ഹിന്ദു വ്യാപാരികൾ കന്നുകാലികളെയും കൊണ്ട് എത്തി. പക്ഷേ മുസ്ലിങ്ങൾ പശു ഇറച്ചി വേണ്ട എന്നൊരു തീരുമാനം എടുത്തു. ഹിന്ദു വ്യാപാരികൾക്ക് പശുക്കളെയും കൊണ്ട് മടങ്ങേണ്ടി വന്നു. ചുരുക്കത്തിൽ ഹിന്ദു വ്യാപാരികൾക്ക് വലിയ നഷ്ടമുണ്ടായി. മുസ്ലിങ്ങൾ ഹിന്ദു വ്യാപാരികളോട് ചോദിച്ചത്, പശുവിനെ മാതാവായല്ലേ കരുതേണ്ടത്, അപ്പോൾ ഞങ്ങൾ ആട്ടിറച്ചി കഴിച്ചോളാം, പശു ഇറച്ചി ഞങ്ങൾക്ക് വേണ്ട. എന്തായാലും ഹിന്ദു വ്യാപാരികൾ സുവേന്ദു അധികാരിക്കെതിരെ പ്രതിഷേധത്തിലാണ്. ഈ ഉത്തരവ് നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് അവർ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. മുസ്ലിം വ്യാപാരികൾ പശുവിനെ കൊണ്ടുവന്നില്ല, പേടിച്ച്. കാരണം കാലം മാറി, ഭരണം മാറി. പക്ഷെ ഹിന്ദു വ്യാപാരികൾ പശുവിനെ കൊണ്ടുവന്നു. അവർ വിചാരിച്ചു തങ്ങളുടെ കയ്യിൽ നിന്ന് മുസ്ലിങ്ങൾ പശു ഇറച്ചി വാങ്ങുമെന്ന്. പക്ഷെ വാങ്ങാൻ ആരും എത്തിയില്ല. മുസ്ലിങ്ങൾ ഇപ്പോൾ ഒരു പണി കൂടി സുവേന്ദു അധികാരിക്ക് കൊടുത്തിരിക്കുന്നു. പശുവിനെ ദേശീയ മൃഗമാക്കണം എന്നാവശ്യപ്പെട്ട് അവർ സുപ്രീം കോടതിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നു. പശുവിനെ ദേശീയ മൃഗമാക്കി മാറ്റണം. എങ്കിൽ കലാപങ്ങൾ, ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉള്ള കലാപങ്ങൾ, ന്യൂനപക്ഷ വേട്ട ഒക്കെ അവസാനിക്കും എന്നാണ് അവരുടെ പക്ഷം. എന്തായാലും മുസ്ലിങ്ങളുടെ ഈ പണി എട്ടിൻ്റെ പണിയായിപ്പോയി സുവേന്ദു അധികാരിക്ക്. സുവേന്ദു അധികാരി ഒരിക്കൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു. പിന്നീട് മമതയുമായി തെറ്റിപ്പിരിഞ്ഞ് ബി.ജെ.പി. ചേർന്നു. വളരെ കരുത്തനായ നേതാവാണ് സുവേന്ദു അധികാരി, അതിൽ സംശയമൊന്നുമില്ല. CPM-നെ തകർത്ത, പശ്ചിമ ബംഗാളിൽ CPM-നെ തകർത്ത നന്ദിഗ്രാം സമരത്തിന് പിന്നിൽ ആ സമരത്തിൻ്റെ ആസൂത്രകൻ സുവേന്ദു അധികാരിയായിരുന്നു. മമതയ്ക്ക് മുഖ്യമന്ത്രി കസേര സമ്മാനിച്ചത് സുവേന്ദു അധികാരിയാണ്. അതേ സുവേന്ദു അധികാരി തന്നെ ഇപ്പോൾ ബി.ജെ.പിയുടെ തീവ്ര ഹിന്ദുത്വ മുഖമായി ബംഗാളിൽ മാറിയിരിക്കുന്നു. ദേശീയ ശ്രദ്ധ അദ്ദേഹത്തിൽ വന്നിരിക്കുന്നു. പക്ഷേ അദ്ദേഹം എടുക്കുന്ന നടപടികൾക്ക് മുസ്ലിങ്ങൾ പണി കൊടുത്തു. ബംഗാളിലെ മദ്രസകളിൽ ദേശീയ ഗാനം ആലപിക്കുന്നുണ്ട്. ഇപ്പോൾ ദേശീയ ഗാനം എന്ന് വെച്ചാൽ വന്ദേ മാതരം ആലപിക്കുന്നുണ്ട്. അവർ അനുസരിച്ചു. പക്ഷേ ബംഗാളിൽ ഗോവധം നിരോധിക്കാൻ സുവേന്ദു അധികാരി നടത്തിയ ആദ്യ ശ്രമങ്ങൾക്ക് മുസ്ലിങ്ങൾ പണി കൊടുത്തു. മുസ്ലിങ്ങൾ അവിടെ പശുവിൻ്റെ മാംസം കഴിക്കണ്ട എന്ന് തീരുമാനിച്ചു. അതിന് പകരം അവർ കൊടുത്ത പണി, ഈ പശുവിൻ്റെ മാംസം കഴിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, ഹിന്ദുക്കളുമാണ്. ബീഫ് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഇവിടെ വന്ന് നിരോധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിരോധിക്കും.
BJP എന്നെങ്കിലും കേരളത്തിൽ അധികാരത്തിൽ വരുമെങ്കിൽ ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകും. എനിക്ക് നല്ല ഇൻഫെക്ഷനുണ്ട്. ഈ ഇൻഫെക്ഷനിടയിലും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് ഇതുപോലെയുള്ള സംഭവ വികാസങ്ങൾ ലോകത്തെ അറിയിക്കാനാണ്. പശുവിനെ ദേശീയ മൃഗമാക്കണം എന്നാണ് ബംഗാളിലെ മുസ്ലിങ്ങളുടെ ആവശ്യം. സുവേന്ദു അധികാരിക്ക് 8ന്റെ പണി കിട്ടി. ഹിന്ദു വ്യാപാരികൾ കടുത്ത അമർഷത്തിലാണ്. അവരുടെ കച്ചവടം പൂട്ടി. ബക്രീദ് ദിനത്തിൽ ബംഗാളിൽ മുസ്ലിങ്ങൾ കഴിച്ചത് ആടിൻ്റെ ഇറച്ചി.